ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് സാലറി 65,000 ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 5,000 പ്രീപെയ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഈ വർഷത്തേത് എത്ര മാത്രമേ വരുന്നുള്ളൂ? 60,000 ആണ്. അതെന്താക്കി നമ്മളവിടെ രേഖപ്പെടുത്തി. ഇനി അടുത്ത സാധനം എന്താ നോക്കുക. അടുത്ത സാധനം എന്താണ്? ഡെപ്റ്റേഴ്സാണ്. ഡെപ്റ്റേഴ്സ് എത്രയാണ് വരുന്നത്? 26,000. ഡെപ്റ്റേഴ്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്നുള്ള സാധനം എങ്ങോട്ട് പോകുന്ന സാധനമാണ്? അത് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്ന സാധനമാണ്. അസറ്റ് ഭാഗത്താണോ ലയബിലിറ്റി ഭാഗത്താണോ? നമ്മളെ പൈസ വേറൊരാളെ കയ്യിൽ നിൽക്കുന്നതിനാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. അതെന്താണ്? അസറ്റാണ്. നമ്മൾ ഡെപ്റ്റേഴ്സ് 26,000. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് നമ്മുടേത് സൺട്രി ക്രെഡിറ്റേഴ്സ് 24,000. അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതുണ്ടോ നോക്കുക. അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. 24,000. അതെന്താണ്? വേറെ ആൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാണ്ട് അയാൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താക്കണം? ഇവിടെ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ് 24,000. ഓക്കെ, ഇനി അടുത്ത സാധനം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,80,000. അത് അസറ്റാണ്. ഓക്കെ, അപ്പോൾ അതെന്താക്കുക? ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്. അസറ്റിൻ്റെ ഭാഗത്ത് 1,80,000. ഓക്കെ, 1,80,000. ഇനി അടുത്ത് നോക്കുക, ഇൻട്രസ്റ്റ് 600 എന്നാണ് പറഞ്ഞത്. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയ അത്ര 600. അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതും കൂടെ എന്താക്കണം? നമ്മൾ കൂട്ടി എഴുതണം. ഇൻട്രസ്റ്റ് 200 കൂടെ കിട്ടാണ്ട്, കിട്ടിയ പൈസ മാത്രമേ മേലെ പറഞ്ഞിട്ടുള്ളൂ. 200 കൂടെ കിട്ടാണ്ട്, അപ്പോൾ 800 രൂപ നമുക്ക് എന്തായിട്ടുണ്ട്? ഈ വർഷത്തേതുണ്ട്. അതിൽ 600 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്താക്കണം? നമ്മൾ അത് നമ്മുടെ ഒരു ഇങ്കാണ് കേട്ടോ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് അല്ലേ, അപ്പോൾ അത് ഇങ്കാണ്. അപ്പം ഇൻട്രസ്റ്റ് പ്ലസ് അക്രൂഡ് 600 പിന്നെ 200 കിട്ടാനുള്ളതും രണ്ടും കൂടെ കൂട്ടി 800 എന്താ വേണ്ടത്? നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സാധനം നോക്കുക. അടുത്ത സാധനം ഇവിടെ ഇൻട്രസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത റെൻ്റാണ്. റെൻറ്റ് 8,000. റെൻറ്റിന് പ്രത്യേകിച്ച് എന്ത് പറയുന്നില്ല? അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നില്ല. അപ്പം 8,000 റെൻറ്റ് നേരെ എന്താണ്? എക്സ്പെൻസാണ്. റെൻറ്റ് 8,000. അടുത്ത സാധനം നോക്കുക, ഫർണിച്ചർ ബാലൻസ് ഷീറ്റിലേക്ക് പോകാനുള്ള സാധനമാണ്. 15,000 ഫർണിച്ചർ വരുന്നത്. പക്ഷേ ഇവിടെ ഫർണിച്ചറിന് എന്തുണ്ടെന്നോ ഒരു ഡിപ്രിസിയേഷൻ്റെ കഥ പറയുന്നുണ്ട്. 10% ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കുക. 15,000-ന് 10% എന്ന് പറഞ്ഞാൽ 1,500. അപ്പോൾ 1,500 രൂപ നമ്മൾ എവിടെ കൊടുക്കണമെന്നോ? ഇവിടെ കൊടുക്കണം. 1,500 ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കണം. ഇനി ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫർണിച്ചർ എഴുതുന്ന സമയത്ത് നോക്കുക. ഫർണിച്ചർ ചെയ്യുന്ന സമയത്ത് 15,000 മൈനസ് 1,500 സമം 13,500 നമ്മൾ എന്താ വേണ്ടത്? ഇവിടെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ഇനിയുള്ളത് ഇൻഷുറൻസ് ചാർജ് 800. ഇപ്പോൾ ഇനി എന്തില്ലാന്നോ? ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് പ്രീമിയം ചാർജ് 800. ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. ഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. അപ്പം ഇവിടെ ഇൻഷുറൻസ് 800 അത് കൊടുത്തു. പിന്നെ ക്യാപിറ്റൽ, ഇത് ബാലൻസ് ഷീറ്റിലേക്കുള്ള സാധനമാണ്. ആ ക്യാപിറ്റൽ എന്തായിട്ടില്ല? നമ്മൾ എഴുതാനായിട്ടില്ല. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൂടെ ചേർത്തിട്ടാണ് നമ്മളെന്താക്കുക? പുതിയ ക്യാപിറ്റൽ എഴുതുക. അപ്പോൾ തൽക്കാലം നമ്മൾ എന്താക്കാന്നോ? ഈ ലയബിലിറ്റിൻ്റെ ഭാഗത്ത് ക്യാപിറ്റൽ, ഓൾഡ് ക്യാപിറ്റൽ എത്രയാണോ അത് നമ്മളിവിടെ തൽക്കാലം ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. പിന്നെ അത് ക്ലിയർ ആക്കണം. 207,400. 207,400 നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എമൗണ്ട് കോളത്തിലല്ല നമ്മൾ എഴുതിയത്. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് 7,200, ക്യാഷ് അറ്റ് ബാങ്ക് 11,700. ഇത് രണ്ടും നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ഈ ഭാഗത്താണ് എഴുതേണ്ടത്. ഒരു 7,200 അത് ക്യാഷ് ഇൻ ഹാൻഡാണ്. ഇനി അടുത്ത ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? 11,700. അതെന്താക്കി നമ്മളിവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നോ? ഇത് റെഡിയാക്കാനുണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതാണ് നമുക്ക് അടുത്ത് ശരിയാക്കാനുള്ളത്. നോക്കുക, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി ഇത് ഏത് ഭാഗമാണോ കൂടുതലുള്ളത് അതാണ് നമ്മൾ എന്താവേണ്ടത്? ഇവിടെ രണ്ട് ഭാഗത്തും രേഖപ്പെടുത്തേണ്ടത്. നോക്കുക, ഈ ഭാഗത്ത് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത്. പിന്നെ 11,900 പ്ലസ് 800. ഈ ഭാഗം തന്നെയാണ് കൂടുതൽ കേട്ടോ. കാരണം ഈ ഭാഗത്തിൽ അത്ര കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതാണ് ഈ ഭാഗത്ത് കിട്ടുന്നത്. വലുത് അതായതുകൊണ്ട് ഇത്രയും തന്നെ നമ്മൾ എന്താണ് ഇവിടെ ഇതാണ്. ഇനി ഈ ഭാഗം നമ്മളൊന്ന് കൂട്ടി നോക്കാം.
എത്രയാണ് 60,000 പ്ലസ് 8,000 പ്ലസ് 1,500 പ്ലസ് 1,500 പ്ലസ് 800 70,300 നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നത്. 70,300 ഇനി എന്താക്കണമെന്നോ ഈ വലിയ സംഖ്യയിൽ നിന്ന് ഈ കിട്ടിയ ചെറിയ സംഖ്യ എന്താക്കണം, കുറക്കണം. 120,500 മൈനസ് 70,300 സമം 50,200. ഓക്കെ, നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ളത് നല്ല മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ ഇവിടെ എഴുതിയ സാധനത്തിൻ്റെ പേര് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. എന്നാൽ ഇവിടെ അതെന്തായിരുന്നോ നെറ്റ് പ്രോഫിറ്റ് എന്നായിട്ടോ, നെറ്റ് പ്രോഫിറ്റാണ്. ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നോ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതും കൂടെ കൂടിയതാണ് ഇനി അയാളുടെ അടുത്ത വർഷത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വർഷത്തെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് അതും കൂടെയാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ എന്താക്കണം, നമ്മൾ 50,200 രേഖപ്പെടുത്തുകയാണ് കേട്ടോ. 50,200 പ്ലസ് അതെന്താണ്, പുതിയ പ്രോഫിറ്റാണ്. അതും കൂടെ ചേർത്ത് ആഡ് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, 50,200. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ എഴുതി. ഇനി നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള എല്ലാ സാധനവും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ബാലൻസ് ഷീറ്റിലേക്ക് കൊടുത്തണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്താക്കണം, ഉറപ്പ് വരുത്തണം. എന്നാലേ നമ്മളെ കണക്കെന്താവുള്ളൂ, ക്ലിയർ ആവുള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രൈറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 2000 നമ്മളൊരു ബാധ്യതയാണ്. ഓക്കെ, ഫ്രൈറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഫ്രൈറ്റിൻ്റെ ചാർജിൽ 2000 എന്താക്കാനുണ്ട്, കൊടുക്കാനുണ്ട്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്താക്കണം, രേഖപ്പെടുത്തണം. ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഇല്ല, രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരു 2000 എന്താവാണ്ട് ഇവിടെ വരാണ്ട്, ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഒരു 2000 അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുക. സാലറി പ്രീപെയ്ഡ് 5,000 രൂപ മുൻകൂട്ടി നമ്മൾ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അടുത്ത വർഷത്തേക്കുള്ള പൈസ ഈ വർഷം കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് എന്താണ്, അസറ്റാണ്. അത് നമ്മളിവിടെ രേഖപ്പെടുത്തിയണോ നോക്കണം. രേഖപ്പെടുത്തിയണോ 5,000 ഇല്ല. അപ്പോൾ അതെന്താക്കണം, ഇവിടെ രേഖപ്പെടുത്തണം. സാലറി പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എന്താക്കണം, 5,000 അത് രേഖപ്പെടുത്തണം. പിന്നെ ഡിപ്രിസിയേഷൻ ഫർണിച്ചർ അത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ, ഫർണിച്ചർ പിന്നെ എഴുതുന്ന സമയത്ത് നമ്മൾ 1,500 കുറച്ചിട്ട് 13,500 നമ്മൾ എന്താക്കിയിട്ടുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിയറാണ്. ഇനി ഇൻട്രസ്റ്റ് അക്രൂഡ് RS 200 രൂപ നമുക്ക് കിട്ടാനുണ്ട്. അതെന്താണ്, നമ്മൾ അസറ്റാണ്. അതെന്തായിട്ടില്ല, നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതും എന്താക്കണം, ഇവിടെ രേഖപ്പെടുത്തണം. ഇനി എന്താവാൻ പാടുള്ളൂ, നമ്മൾ കണക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് സൈഡ് എന്താക്കാവുന്ന കൂട്ടി നോക്കുക. ആദ്യം നമുക്ക് ഈ ഭാഗം തന്നെ കൂട്ടാം. ഇവിടെ നമ്മൾ അതിൻ്റെ ഇടയിൽ ക്യാപിറ്റൽ എന്താക്കണം, അതും കൂടെ കൂട്ടിയിട്ടൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. 20,400 പ്ലസ് 50,200 257,600 നോക്കുക. ഇനി ഇത് മൂന്നും കൂട്ടുക. 257,600 പ്ലസ് 24,000 പ്ലസ് 2,000. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്, ഇത് അടിയിക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ മേലെ എഴുതുന്നത്, 2,83,600 ഈ ഭാഗം കിട്ടുന്നത്. ഇനി അങ്ങേ സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. നോക്കുക, 200 പ്ലസ് 5,000 പ്ലസ് 11,700 പ്ലസ് 7,200 പ്ലസ് 40,000 പ്ലസ് 26,000 പ്ലസ് ഇത് 18,000 ആണോ 1,80,000 ആണോ, അതേതാ സാധനം, 18,000 1,80,000 1,80,000 1,80,000 പ്ലസ് 13,500 2,00,000 കിട്ടുന്നത് 2,83,600 2,83,600 2,83,600 രണ്ട് സൈഡും എന്താണ്, തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞതുള്ളത്. ക്ലിയർ ആണോ?
ഈ കണക്ക് എന്തായിട്ടുണ്ട്, ടാലി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ എന്തോ 8 മാർക്ക്. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ് മാത്രം എന്താക്കി നിങ്ങൾ നല്ലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ബാക്കിയുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകംസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. എല്ലാ അസറ്റും ലാബിലിറ്റികളും നമ്മൾ എന്താക്കും, ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തും. ഓക്കെ, ഇനി നമ്മൾ ഒരു വീഡിയോ ഒരു കണക്കും കൂടെ എന്താവുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ.